35, 24, 1 ആയിരിക്കുകയാണ്. അതായത് ബി ജെ പിയുടെ ലീഡ് നില 35ലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ ലീഡിന് ഒരു സീറ്റ് മാത്രം വ്യത്യാസം, ഒറ്റ സീറ്റ് മാത്രം വ്യത്യാസം. ആം ആദ്മി പാർട്ടി 24, കോൺഗ്രസ് 1. കൃത്യമാണ് കണക്കുകൾ. ന്യൂസ് 18 ഏറ്റവും അപ്ഡേറ്റ് ആയ കണക്കുകളാണ്. പലരും പല ഏജൻസികളും വ്യത്യസ്തമായ കണക്കുകൾ നൽകുന്നു. പക്ഷേ ഇത് കൃത്യമായ കണക്കാണ്. ബി ജെ പി 35, ആം ആദ്മി പാർട്ടി 24, കോൺഗ്രസ് ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്ക്. ന്യൂഡൽഹിയുടെ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിൽ. അടുത്ത റൗണ്ടിലെ ഫലസൂചനയും വന്നു കഴിഞ്ഞു. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിട്ട് നിൽക്കുകയാണ്. സിസോദിയും പിന്നിലാണ്, അതിഷിയും പിന്നിലാണ്. അതിഷി ഇപ്പോഴും പിന്നിലാണ് അല്ലെ. മനീഷ് സിസോദിയും പിന്നിലാണ്. 3 പ്രമുഖ VVIPകളും ആം ആദ്മി പാർട്ടിയുടെ മുഖങ്ങളും പിന്നിട്ട് നിൽക്കുകയാണ്. പത്മൻഗഞ്ചിൽ ബി ജെ പി ലീഡ് അല്ലെ, അവിടെ ലീഡാണ് ബി ജെ പിയുടെ ലീഡ്. ബി ജെ പി ലീഡാണ്. സിസോദിയുടെ മുൻ മണ്ഡലമാണ്. അവിടെയും ഏതായാലും ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമല്ല സാഹചര്യം. 36 വീണ്ടും 36ലേക്ക് എത്തിയിരിക്കുകയാണ്. ഹാഫ് വേ മാർക്ക്. മാജിക് സംഖ്യയുടെ ആവശ്യമായ ലീഡിലേക്ക് എത്തിയിരിക്കുന്നു. 37 ആയിരിക്കുന്നു. ബി ജെ പിയുടെ ലീഡ് 37 ആയിട്ട് കൂടിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി വെറും 23ലേക്ക് താണിരിക്കുന്നു. അതേസമയം ഒരു സീറ്റിൽ ഇപ്പോഴും ഇല്ലേ ദേവേന്ദ്ര യാദവിന് ഇപ്പോഴും ലീഡ് നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളത് കോൺഗ്രസിന് ആശ്വാസമാണ്. ഒരു സീറ്റിൽ 0-ൽ നിന്ന് 1ലേക്ക് കോൺഗ്രസ് വരുന്നു. ബി ജെ പി 37ലേക്ക് കൂടുന്നു. ആം ആദ്മി പാർട്ടി 23. ഇനി വരാൻ ബാക്കിയുള്ളത് 9 സീറ്റുകളിലെ ലീഡ് മാത്രമാണ്. അവിടെയാണ് ബി ജെ പി 37 സീറ്റുകളിൽ ലീഡ് അല്ലെ. അതെ, ഇപ്പോൾ ഏതായാലും 61 സീറ്റുകളിൽ ലീഡ് നില പുറത്തു വരുമ്പോൾ ആം ആദ്മി പാർട്ടി 23, ബി ജെ പി 37, കോൺഗ്രസ് 1. നിലവിലെ കണക്കുകളനുസരിച്ച് ബി ജെ പി ഏതായാലും കേവല ഭൂരിപക്ഷം മറികടന്നിരിക്കുന്നു. 36 70 അംഗ നിയമസഭയിൽ 36 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതെങ്കിൽ ബി ജെ പി 37 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് 23 സീറ്റുകളിലാണ് ലീഡ്. കോൺഗ്രസ് ഒരു സീറ്റ്, കണ്ണിലൊരു തരി എന്നൊക്കെ പറയുന്ന പോലെ ഒറ്റ സീറ്റ് ലീഡ് ചെയ്യുന്നുണ്ട്. അത് PCC അധ്യക്ഷൻ തന്നെയാണ്. ഇനി ലീഡ് നില മറിയുമോ എന്നാണ് അറിയേണ്ടത്. അല്ലാത്ത പക്ഷം ബി ജെ പി 27 വർഷത്തിന് ശേഷം അധികാരത്തിലേക്ക് സൂചന ഈ ഘട്ടത്തിൽ പറയാം. പക്ഷേ മുഴുവൻ വോട്ടുകളും എണ്ണിക്കഴിഞ്ഞിട്ടില്ല. പകുതിയിൽ താഴെ വോട്ടുകളാണ് എണ്ണിയിട്ടുള്ളത്. 37, 23, 1. ഇനിയിപ്പോൾ വരാൻ ബാക്കിയുള്ളത് 9 സീറ്റുകളിലെ ലീഡാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സൂചന വന്നിരിക്കുന്നത്. 37 എന്ന് പറയുമ്പോൾ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളിൽ ലീഡ് നേടിക്കഴിഞ്ഞു ബി ജെ പി. ഒരു സീറ്റിന്റെ കൂടുതലായിരിക്കുന്നു. 37 സീറ്റുകളിൽ ലീഡ്. 8 സീറ്റായിരുന്നു പരമാവധി ബി ജെ പിക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് ഡൽഹിയിൽ കിട്ടുന്നത്. അവിടെ നിന്നാണ് 37 സീറ്റുകളിലേക്ക് ബി ജെ പിയുടെ ലീഡ് മാറിയിരിക്കുന്നത്. ഇപ്പോഴും ഏതൊക്കെ മണ്ഡലങ്ങളിലാണോ ലീഡ്, അതാത് മണ്ഡലങ്ങളിൽ ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നു. തുടക്കം മുതൽ തന്നെ ഇതേ ട്രെൻഡ് തുടരുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ മുഖങ്ങളെല്ലാം ഇപ്പോഴും പിന്നിലാണ്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിട്ട് നിൽക്കുന്നു. മനീഷ് സിസോദിയ പിന്നിലാണ്. ഡൽഹി മുഖ്യമന്ത്രി അതിഷി ഇപ്പോഴും പിന്നിട്ട് നിൽക്കുകയാണ്. അതായത് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഡൽഹി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ ബി ജെ പി വീണ്ടും 1998 ശേഷം ബി ജെ പി ഭരണത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഡൽഹി ഭരിക്കാൻ പോവുകയാണ് ബി ജെ പി വീണ്ടും. 37, 23, 1 എന്നതാണ് കണക്ക്. കോൺഗ്രസിന്റെ വോട്ടുകൾ ആം ആദ്മി പാർട്ടിയുടെ തോൽവിയിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നാണ് അറിയുവാനുള്ളത്. അത് പലയിടങ്ങളിൽ നോർത്ത് ഈസ്റ്റ് ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത് പ്രതിഫലിച്ചിട്ടുണ്ടാവാം. കാരണം അവിടെ സീറ്റ് കുറഞ്ഞിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ. 36, 24ലേക്ക് മാറിയിരിക്കുന്നു. ഒരു സീറ്റ് കൂടി ആം ആദ്മി പാർട്ടി ലീഡ് എടുത്തിരിക്കുന്നു. ഗാന്ധിനഗറിൽ ബി ജെ പി ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. ദ്വാരകയിൽ ബി ജെ പിയുടെ ലീഡ് തുടരുന്നു അല്ലെ. അതെ, ദ്വാരകയിൽ ലീഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ ലക്ഷ്മി നഗർ ഒഴിച്ചെടുത്തി കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാ സീറ്റുകളിലും അവരുടെ സിറ്റിംഗ് സീറ്റുകളിൽ അവർക്ക് ലീഡ് നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ പരമ്പരാഗതമായി അല്ലെങ്കിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ജയിച്ചു വന്ന സീറ്റുകളിലേക്ക് അവർക്ക് കടന്നു കയറാൻ സാധിക്കുന്നു. അതിൽ തന്നെ ന്യൂഡൽഹി പോലുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന പല മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മഞ്ജുഷ്. പ്രത്യേകിച്ച് ഈ 2013 ഒക്കെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഒരു 28 സീറ്റ് നേടുമ്പോൾ അതിൽ തന്നെ 10 സീറ്റ് ന്യൂഡൽഹിയും പരിസര പ്രദേശങ്ങളിലാണ് അവർ വിജയിച്ചത്. പക്ഷേ ആ മേഖലകളൊക്കെ തന്നെ ആം ആദ്മി പാർട്ടിയെ കൈവിടുന്നു എന്ന സൂചന കൂടി ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ലോവർ ക്ലാസ് വോട്ടേഴ്സിൽ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും ഒപ്പത്തിനൊപ്പം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് 13 സീറ്റിൽ അവിടെ ആം ആദ്മി പാർട്ടിക്ക് ലീഡുണ്ട്. ബി ജെ പി 13 സീറ്റിൽ, അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ പരമ്പരാഗത വോട്ടുകളിലേക്ക്, വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ ബി ജെ പിക്ക് സാധിച്ചിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മധ്യവർഗം ഏതായാലും ബി ജെ പിയെ പൂർണ്ണമായി തുണച്ചിരിക്കുന്നു. 16 സീറ്റുകളിൽ ബി ജെ പിക്ക് മധ്യവർഗങ്ങൾ ഭൂരിപക്ഷമായ അല്ലെങ്കിൽ നിർണായകമായ സ്ഥലങ്ങളിൽ ലീഡുണ്ട്. ആം ആദ്മി പാർട്ടിക്ക് 8 സീറ്റ് മാത്രമാണ്. അപ്പോൾ ഈ ആദായ നികുതി 28 സീറ്റുകളിൽ കൃത്യമായി ആം ആദ്മി പാർട്ടിയുടെ സീറ്റുകളിൽ ഇപ്പോൾ ബി ജെ പി എത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് 36 സീറ്റുകളിലേക്ക് വരുന്നത്. 29 സീറ്റുകളുടെ നഷ്ടമാണ് ഇതിനകം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത്. അതായത് 62-ൽ നിന്ന് കേവലം 25ലേക്ക് ഇപ്പോൾ ആം ആദ്മി പാർട്ടി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്ക് ഡൽഹി ജനതയുടെ മനസ്സിൽ ഇപ്പോൾ തൽക്കാലം സ്ഥാനമില്ല എന്നതിന്റെ ഉദാഹരണമായി മാറുന്നു. അങ്ങനെയാണ് കേവല ഭൂരിപക്ഷത്തിലേക്ക് വരുവാൻ ബി ജെ പിക്ക് കഴിയുന്നത്. 36 എന്ന
മാന്ത്രിക സംഖ്യയിൽ ഇപ്പോഴും എത്തുന്നു. ദ്വാരകയിൽ ഇപ്പോഴും BJP ലീഡ് ചെയ്യുന്നു. ന്യൂഡൽഹിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിൽ തന്നെയാണ്. കൂടുതൽ വോട്ടുകളുടെ ഈ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ കൂടുതൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിൽ, അതീഷ് സിംഗ് ഇപ്പോഴും പിന്നിലാണ്, മനീഷ് സിസോദിയയും ഇപ്പോഴും പിന്നിലാണ്. ന്യൂഡൽഹി 1.25 മണിക്കൂറായി വോട്ടെണ്ണൽ ആരംഭിച്ച, അപ്പോൾ പോലും ഒരു ഘട്ടത്തിൽ പോലും ഈ 3 നേതാക്കൾക്ക് മുന്നോട്ട് അതാണ് ഏറ്റവും പ്രധാനം. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്, മനീഷ് സിസോദിയ പിന്നിലാണ്, അതീഷ് പിന്നിലാണ്. ഈ 3 VVIPകളും പിന്നിലാണ് എന്നുള്ളത് ഭരണവിരുദ്ധ വികാരം ഡൽഹിയിൽ പ്രതിഫലിച്ചു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. 36ലേക്ക് ഇപ്പോഴും 38ലേക്ക് കടന്നു അല്ലെ. 38 സീറ്റുകളായിരിക്കുകയാണ്. ന്യൂഡൽഹിയിൽ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് പർവേഷ് വർമ്മയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ. അങ്ങനെ പർവേഷ് വർമ്മ ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. അരവിന്ദ് കെജ്രിവാൾ പിന്നിട്ട് നിൽക്കുന്നു. 38ലേക്ക് BJP അതായത് എക്സിറ്റ് പോളുകൾ പറഞ്ഞിരുന്നത് 43 സീറ്റുകൾ വരെ BJP കിട്ടാമെന്നുള്ളതാണ്. പോളപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നതാണ്. 28ലേക്കെങ്കിലും 5 സീറ്റുകളുടെ പല സൂചനകൾ മാത്രമാണ് പുറത്തു വരാനുള്ളത്. അപ്പോൾ 39 നിലയിലേക്ക് BJP എത്തുന്നു. ആം ആദ്മി പാർട്ടി 25, കോൺഗ്രസ് 1. നിലവിലെ കണക്കനുസരിച്ച് ഒരു 40നും 45നും ഇടയിൽ, അതായത് 41 സീറ്റുകളോ 42 സീറ്റുകളോ BJP കിട്ടാം. അതല്ല എങ്കിൽ അതിനേക്കാൾ മോശം പ്രകടനത്തിലേക്ക് BJP പോകുമെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഈ ട്രെൻഡ് അനുസരിച്ച്. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് 27 വരെ പരമാവധി സീറ്റുകളിൽ അതിൽ ഉറപ്പിക്കാം. കോൺഗ്രസിന് പക്ഷേ ഈ ദേവേന്ദ്ര യാദവിന്റെ ലീഡ് നില നോക്കുമ്പോൾ ജയിച്ചു കയറാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ. പക്ഷെ അത് ആദ്യം മുതൽ ഉറപ്പായ സീറ്റായിട്ട് ഇപ്പോഴും കരുതുന്നില്ല. എങ്കിൽ പോലും കോൺഗ്രസിന് ആ ഒരു സീറ്റിൽ ജയിച്ച് 0-ൽ നിന്ന് കരകയറാൻ പറ്റും. പക്ഷെ കോൺഗ്രസ് ഇവിടെ കൂടുതൽ മറുപടി പറയേണ്ടി വരും. കാരണം ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി BJPയുടെ B ടീമായിട്ട് കോൺഗ്രസ് മാറുന്നു എന്നുള്ള ഒരു ആരോപണം അവിടെ ഉണ്ടായിരുന്നു. വിമർശനമായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് നേരിടാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഡൽഹി പോലെയുള്ള പ്രദേശങ്ങളിലെ ഇപ്പോൾ ഏറ്റവും പുതിയ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ അവിടെ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിലേക്ക് BJP കടന്നു കയറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ് അവിടെ ഒരു വോട്ട് കട്ടറായി മാറിയിട്ടുണ്ടോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമാണ് വരാൻ പോകുന്നത്. 40ലേക്ക് BJPയുടെ ലീഡ് കൂടിയിരിക്കുകയാണ് അല്ലെ. 40ലേക്ക് എത്തിയിരിക്കുന്നു. 25 ആയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ. അപ്പോൾ ഇനി 4 സീറ്റുകളുടെ ലീഡ് മാത്രം വരാൻ ബാക്കിയുള്ളപ്പോഴാണ് 40ലേക്ക് BJPയുടെ ലീഡ് കൂടിയിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ഈ ലീഡ് നില ഉയർത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഡൽഹി ഭരണമാറ്റത്തിലേക്ക് പോവുകയാണ് എന്നതിന്റെ കൃത്യമായ വിവരം വന്നു കഴിഞ്ഞു. 39ലേക്ക് താണിട്ടുണ്ട്. എങ്കിൽ പോലും അത് കംഫർട്ടബിൾ ആണ്. ഇപ്പോഴും അതീഷ് ഇപ്പോഴും പിന്നിലാണ്. രമേഷ് ബിദൂരി എന്ന നേതാവാണ് ഇപ്പോഴും BJPക്ക് വേണ്ടി അവിടെ കൽക്കാജി മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്ന. 39, 25, 1 എന്നായി മാറിയിരിക്കുകയാണ്. ദ്വാരക നോക്കുകയാണെങ്കിൽ ദ്വാരകയിൽ ഇപ്പോഴും BJP ലീഡ് ചെയ്യുകയാണ് അല്ലെ. അതെ, ദ്വാരകയിൽ BJP ലീഡ് ചെയ്യുകയാണ്. അങ്ങനെ പരമ്പരാഗത സീറ്റുകളിലൊക്കെ അവർ ലീഡ് ചെയ്യുന്നു. ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ അവർ പുറകിലാക്കിയിരിക്കുന്നു എന്നാണ് സൂചന. കാരണം ഇതൊരു കൃത്യമായ ഡൽഹിക്ക് പഴയ മതിപ്പ് ഏതായാലും ആം ആദ്മി പാർട്ടിയോട് ഇല്ല, നേതാക്കളോട് ഇല്ല എന്ന് തന്നെയാണ് സൂചന. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും തന്നെ ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു തിരിച്ചടി അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന്. കാരണം ഒരു കാരണവശാലും അരവിന്ദ് കെജ്രിവാൾ ഒരു തോൽവി ഉണ്ടാകും എന്നുള്ളത് കാര്യം അദ്ദേഹം എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു തരത്തിലും ആം ആദ്മി പാർട്ടിക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഡൽഹി ജനതയ്ക്ക് കിട്ടിയിരുന്ന ഈ സൗജന്യ സേവനങ്ങൾ അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുകയുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസം ജനങ്ങൾക്കുണ്ട് എന്നതായിരുന്നു.